പിണറായി വിജയൻ്റെ കാലത്തോടുകൂടി CPM അസ്തമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് പിണറായി വിജയൻ എല്ലാ അന്വേഷണങ്ങൾക്കും തടയിടാൻ വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ കാണിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗൗരവമായിട്ടുള്ള ആരോപണമാണ് ഉയർന്നത്. പാർട്ടിയുടെ തന്നെ ഒരു MLA ആണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന 2 പ്രധാന കക്ഷികൾ ചേർന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു, കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നു, മാഫിയ സംഘങ്ങളെ തീറ്റിപ്പോറ്റുന്നു. ഇതാണ് CPM MLA ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിൻ്റെ കാതൽ. പോലീസ് മേധാവി ആയിട്ടുള്ള ADGP തന്നെ സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം നൽകുന്നു. മയക്കുമരുന്ന് ഡ്രഗ് ട്രാഫിക്കിങ്ങിന് അദ്ദേഹം സഹായിക്കുന്നു. അദ്ദേഹം കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നു. കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദ്യം ഉണ്ടാക്കുന്നു. ഫോൺ ചോർത്തുന്നു. മുഖ്യമന്ത്രിയുടെ അടക്കം ഫോൺ ചോർത്തുന്നു. ഇത്രയും ഗുരുതരമായ ആരോപണം ഒരു ഭരണകക്ഷി MLA ഉയർത്തിയിട്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. ഇത് മല എലിയെ പ്രസവിച്ച പോലെ. വലിയ വർത്തമാനമായിരുന്നു ഇന്നലെ പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ. മുഖ്യമന്ത്രി മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞത്. നടപടിയെടുത്താൽ മുഖ്യമന്ത്രിയുടെ കസേര തെറിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ എല്ലാ ദുർനടപ്പുകൾക്കും, എല്ലാ അഴിമതികൾക്കും, എല്ലാ തരത്തിലുള്ള നിയമലംഘന പ്രവൃത്തികൾക്കും കൃത്യമായിട്ടുള്ള തെളിവുകൾ ADGP അജിത് കുമാറിൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിനെ തൊടാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്ക് ഇല്ലാത്തത്. ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് CMൻ്റെ ഓഫീസിനെതിരായിട്ടാണ്. ധാർമ്മികമായി മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ല. ഇപ്പം നടക്കുന്നത് ഒരു നാടകം മാത്രമാണ്. CPMൻ്റെ നേതാക്കളെ തന്നെ മുഖ്യമന്ത്രി കബളിപ്പിക്കുകയാണ്. ഇന്നലെ വലിയ വായിൽ ഗോവിന്ദമാഷ് പറഞ്ഞു ശക്തമായ നടപടി ഉണ്ടാവും. ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു മുഖം നോക്കാൻ നടപടി ഉണ്ടാവും. ക്രമസമാധാന ചുമതലയിൽ ഇരുത്തിയിട്ടാണോ അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥന്മാരെ വെച്ച് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തുന്നത്? ഇത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമാണ്. CPMൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുകയാണ്. പാർട്ടി അണികളെ കബളിപ്പിക്കാനുള്ള വളരെ ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നത്. ഒരു അന്വേഷണം ഇവിടെ നടക്കാൻ പോകുന്നില്ല. ADGP അജിത് കുമാറിനെതിരായി, ശശിക്കെതിരായി ഒരു അന്വേഷണം ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇവർ രണ്ടും ആ സ്ഥാനത്തിരുത്തിക്കൊണ്ട് എന്ത് അന്വേഷണമാണ് സർക്കാർ നടത്താൻ പോകുന്നത്? ഇത് കൃത്യമായിട്ടുള്ള ഒരു കള്ളക്കളിയാണ്, കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ്. ഇത് ഒരു കാരണവശാലും കേരളത്തിന് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയണം. ഗുരുതരമായ കേസാണ്. ഫോൺ ചോർത്തിയിരിക്കുന്നു, സ്വർണം കടത്തിയിരിക്കുന്നു, മയക്കുമരുന്നുകാരെ സഹായിക്കുന്നു, കൊലപാതകം നടത്തുന്നു, അനധികൃത സ്വത്ത് സമ്പാദ്യം, മാഫിയ പ്രവർത്തനം. ഇതെല്ലാം CMൻ്റെ ഓഫീസിനെതിരെ ഉന്നയിക്കുന്നത് പ്രതിപക്ഷത്തെ നേതാക്കളല്ല, മാധ്യമപ്രവർത്തകരല്ല, ഭരണകക്ഷി MLA തന്നെയാണ്, CPMൻ്റെ MLA തന്നെയാണ്. മാത്രമല്ല ഇപ്പോൾ KT ജലീൽ അതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു, മുൻ MLAമാർ വേറെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. CPMനകത്ത് പല ആളുകളും ശക്തമായ അന്വേഷണം നടക്കുമെന്ന് പറയുന്നു. DYFIക്കാരും CPIക്കാരും എല്ലാം പറയുന്നു. പക്ഷെ ഒരു നടപടിയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നില്ല. മുഖ്യമന്ത്രി കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. എന്തെങ്കിലും നടപടിയെടുത്താൽ മുഖ്യമന്ത്രിയുടെ കസേര ഇളകും എന്ന് കൃത്യമായ ബോധ്യമുണ്ട്. മുഖ്യമന്ത്രിക്ക് നല്ല ഭയമുണ്ട്.